പന്നിയെ പിടിക്കാനായി വെച്ച വൈദ്യുതി കെണിയിൽപ്പെട്ട് നിലമ്പൂരിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ മാസം 26-ാം തീയതി സമാന സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 52 വയസ്സുകാരനായ അബ്ദുൾ റഷീദാണ് മരണപ്പെട്ടത്. പോലീസിന്റെ തുടർ നടപടികൾ വൈകിയത് മൂലം മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലും പാതി വഴിയിലാണെന്നാണ് നാട്ടുകാരും കുടുംബവും ആരോപിക്കുന്നത്. മരണപ്പെട്ട ആളുടെ മരുമകൻ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും? രാവിലെ 6 മണിക്ക് വീട്ടിനടുത്തുള്ള കൃഷിയിടത്തേക്ക് പോയതാണ്. അവിടെ നിന്നും തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പോലീസുകാർ അന്വേഷിച്ച് വന്ന സമയത്ത് കറണ്ട് പിടിച്ച കമ്പിയും ഇതെല്ലാം കണ്ടെടുത്തിരുന്നു. പക്ഷേ അവരിതുവരെ കറണ്ട് പിടിച്ചാണ് എന്നുള്ളതിൻ്റെ കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ ഞാൻ DF ഓഫീസിൽ പോയിരുന്നു. അവർ പറയുന്നത് അവർക്ക് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഈ വൈൽഡ് ലൈഫ് ആക്ട് അവർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കിട്ടിയാലേ എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് വരണം എന്ന് പറഞ്ഞു. 15 ദിവസമായി. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവർ പറയുന്നത് 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എങ്ങനെ തെളിവ് കിട്ടാനാണെന്നാണ് അവർ പറയുന്നത്. അവിടെ വന്നിട്ട് കാര്യമില്ല, തെളിവെടുക്കാൻ പറ്റില്ല, ഞാൻ നോക്കാം എന്നാണ് പുള്ളി ഇന്നലെ പറഞ്ഞത്. അതേപോലെ തന്നെ KSEB പോയ സമയത്ത് അവർ പറയുന്നത് അവർക്ക് റിപ്പോർട്ട് കിട്ടിയാലേ, അവർക്ക് ഈ വൈദ്യുതി മോഷ്ടിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് കേസെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സഹോദരനാണല്ലേ മരിച്ചയാളുടെ? ഞങ്ങൾ കേസിൻ്റെ ഇതൊന്നും അറിയാൻ വേണ്ടി വന്നത്. എന്താ എങ്ങനെ മുന്നോട്ട് പോകണേ. പിന്നെ ഇത് ഇന്നലെ വൈക്കോട് നടന്ന അതേമാതിരി തന്നെയാണ് നമ്മളെ ജ്യേഷ്ഠൻ്റെ നടന്നത്. അത് ജ്യേഷ്ഠൻ്റെ ആരും അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഇത് ഇലക്ഷൻ ആയതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞു. ഈ പന്നി പിടുത്തക്കാർ അവർക്ക് പന്നിനെ മാത്രമേ ലക്ഷ്യമുള്ളൂ. അത് വെച്ചിട്ട് എവിടെ ജനവാസ കേന്ദ്രങ്ങളിലും അതേപോലെ നടന്നു പോകുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഇവർ ഇതുപോലത്തെ കെണി വെക്കും. അപ്പോൾ ഇവർ മീൻ പിടിക്കാൻ, അന്ന് മഴയുള്ള ടൈമാണ്, മീൻ പിടിക്കാൻ വേണ്ടി ചെറിയ തോട്ടിലിറങ്ങി രാത്രി ഒരു പുലർച്ചെ 4 മണിക്കാണ് തോന്നുന്നു. ഇറങ്ങിയപ്പോൾ ഇതേമാതിരി തന്നെ കമ്പി വെച്ചത് അറിയില്ല, ചെറിയൊരു നൂൽക്കമ്പി വെച്ച് 4 വടി വെച്ച് വരാണ് വെക്കുന്നത്. അതിനോട് വീട്ടിൽ നിന്ന് വൈദ്യുതി എടുത്തിട്ടുള്ളതാണ്. വീട്ടിൽ നിന്ന് വൈദ്യുതി എടുത്തിട്ട് അതിന്മേൽ കണക്ഷൻ കൊടുത്തിട്ട് പോലെ കാവൽ പോലും ഇരിക്കാതെ രാത്രി ഉറങ്ങുമ്പോൾ ഇവർ ഒച്ച ഉണ്ടാക്കി മാത്രമേ ഇറങ്ങി വരുന്നത്. ആ ഒച്ച കേട്ടപ്പോൾ പന്നിയാണ് എഴുതി വന്നു നോക്കിയായിരിക്കും അയാൾ. അപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്തു? ആ വയറ് മാത്രം വെച്ചിട്ട് ഇതാരും നാട്ടുകാരെ അറിയിക്കാതെ ഇയാൾ അവിടുന്ന് സ്ഥലത്തുനിന്ന് പോയി. തെളിവ് നശിപ്പിച്ച് ചെയ്യുന്നത് അത് വയറ് എടുത്തു പോവുകയും ചെയ്ത്. ഞങ്ങൾ വന്നപ്പോൾ അടുത്ത ആൾ മീൻ പിടിക്കാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഇത് കാണുമ്പോൾ മരിച്ചു കിടക്കുന്ന കണ്ടത്. അപ്പോൾ അയാൾ വണ്ടി വീട്ടിൽ ഓടിച്ചെന്ന് ആ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരിറങ്ങിയിട്ടില്ല. മറ്റുള്ള വീട്ടിൽ ഇറങ്ങപ്പോഴാണ് ഇത് അറിഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ ആൾ മരിച്ചു കിടക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ നമുക്ക് കിട്ടിയില്ല. FIRൽ പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ എഴുതുള്ളൂ. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൽ വൈദ്യുതി കറണ്ട് പിടിച്ചൊന്നും ആയിട്ടില്ല. ആൾ കണ്ടു, ബോഡി എടുത്തു, ഹോസ്പിറ്റലൈസ് ചെയ്തു, പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമാണ്. ഇനി അതിൻ്റെ തുടർ നടപടി ഫാസ്റ്റ് ആക്കി കിട്ടണമെന്നാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം. ഇതുപോലെ വീണ്ടും ഇനിയൊരു കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതാണ് നമ്മുടെ ആവശ്യം.